അസ്സാം വലൈക്കും വറഹമത്തുള്ള. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ലുബൈബ് സാറാണ്. അദ്ദേഹം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്തുള്ള. കോളേജിനെ കുറിച്ച് TKMനെ കുറിച്ച് പറയുമ്പോൾ അറിയാം, നമുക്ക് വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിനകത്ത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡൻറ്റ് തറക്കല്ലിട്ട കേരളത്തോളം തന്നെ പഴക്കമുള്ള ഒരു കോളേജ് കൂടിയാണ്, പ്രശസ്തമായൊരു കോളേജ് കൂടിയാണ് TKM കോളേജ്. സർ, വഴികാട്ടിയിലോട്ട് സ്വാഗതം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എൻജിനീയറിംഗ് കോഴ്സിലെ എസ്പെഷ്യലി എൻജിനീയറിംഗ് കോഴ്സാണ് നമ്മൾ എൻജിനീയറിംഗ് സെഗ്മെൻറ്റ്, ആ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. എൻജിനീയറിംഗ് കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സമയമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. 4 അലോട്ട്മെൻറ്റും കഴിഞ്ഞു, പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എല്ലാവരും അല്ല, ഈ ബാക്കിയുള്ള നമുക്ക് അലോട്ട്മെൻ്റ് ഒന്നും ആവാത്ത, അഡ്മിഷനൊന്നും ആവാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ മൊത്തം അറൗണ്ട് 200+ കേരള ഗവൺമെൻറ് കോളേജസിലുള്ള ഈ സീറ്റിലോട്ട് ഉള്ള ബാക്കിയുള്ള സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം റിമൈനിങ് സീറ്റ്സൊക്കെ അഡ്മിഷൻസ് കഴിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 to 3 days മാത്രമായിരിക്കും അവർക്ക് ക്ലാസ് കിട്ടിയത്. അതും ഒരു ഒഫീഷ്യലി ക്ലാസ് ഒന്നും മേ ബി എവിടെയും തുടങ്ങിയിട്ടുണ്ടാവില്ല. ബ്രിഡ്ജ് ക്ലാസ്സസും അതേപോലെ ഒരു ഇൻട്രോ ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഓണം വെക്കേഷനായി. ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഇനി മൺഡേ ആണ് അവരെന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലോട്ട് എത്തുന്നത്. അപ്പം അവിടേക്ക് ഒരു ഈ എൻജിനീയറിംഗ് കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഏറ്റവും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സാറ് പറയും. ഓക്കെ, എന്നിരുന്നാലും ഈ ഒരു എപ്പിസോഡ് എന്നുള്ളത് കറക്റ്റ് ഒരു നല്ലൊരു സമയത്തായിരിക്കും എന്നുള്ളതാണ്. യെസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കോളേജിലെ എല്ലായിടത്തും അഡ്മിഷൻ പ്രോസസ്സെല്ലാം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്തു. അതെ, വളരെ എണ്ണപ്പെട്ട സീറ്റുകൾ മാത്രമാണ്. ഏകദേശം കഴിഞ്ഞ 13-ാം തീയതി ഓഗസ്റ്റ് 13-ന് ക്ലാസ്സുകൾ ആരംഭിച്ചു. ഒരാഴ്ചയൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞ് കുട്ടികൾ ക്യാമ്പസിൽ അക്കാഡമിക്സിലേക്ക് കയറി വരുന്നൊരു സമയമാണ്. അപ്പം ഇത്തരം ഒരു ചർച്ച നടക്കേണ്ട ഏറ്റവും നല്ലൊരു സമയത്താണ് ഇത് നടക്കുന്നത് എന്നുള്ള ഒരു സന്തോഷവും ഇതിലുണ്ട്. ഏതായാലും നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എൻജിനീയറിംഗ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇത്തരം കോഴ്സുകൾക്ക് പോകുന്നു. ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടോ ഇല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആനുവലി ഒരു 1.5 മില്യൺ എൻജിനീയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു വർഷത്തിൽ അപ്പോൾ ഇതൊരിക്കലും ഇത് നെഗറ്റീവാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം വെച്ചാൽ ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ജോബ് മാർക്കറ്റിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയാണത് എൻജിനീയറിംഗ് എന്നുള്ളത്. കാൻഡിഡേറ്റ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും എഞ്ചിനീയറിംഗ് സെഗ്മെന്റ്. അതെ, ആ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഈ ചോദ്യം പ്രസക്തമാകുന്നത്, ഇത്രയും ഡിമാൻഡുള്ള ഒരു കോഴ്സാണെങ്കിൽ പോലും ഇത്രയധികം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സപ്ലൈ വളരെ കൂടുതലാണ്. ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ നോക്കുമ്പോൾ സപ്ലൈ വളരെ എന്താണ്, കൂടുതലാണ്. അപ്പോൾ അവിടെ പലപ്പോഴും കുട്ടികൾ കോളേജിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും, ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് അതിൻ്റെ സ്കോപ്പ് ഉണ്ടോ, എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇല്ലേ, ഒരുപാട് സൈഡിൽ നിന്നുള്ള നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ആയിട്ടുള്ള ഇൻപുട്സ് അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് കോളേജിൽ അവർ കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ആശങ്കയെ ആദ്യം അങ്ങോട്ട് ദൂരീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാൻ തോന്നിയൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ സ്കോപ്പ് എന്നുള്ള കാര്യത്തിൽ കോഴ്സിൻ്റെ സ്കോപ്പിനപ്പുറത്ത് പുതിയൊരു കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ഇപ്പോൾ ഇനിയുള്ള ഈ ഒരു AI കാലഘട്ടത്തിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, സ്കോപ്പ് ശ്രദ്ധിക്കേണ്ടെന്നല്ല ഞാൻ പറയണത്, ഏതായിരുന്നാലും നല്ലൊരു കോഴ്സിന് അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും നല്ലൊരു ക്യാമ്പസിൽ. ഇനി അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഇപ്പം ലോകത്തിനാവശ്യമുള്ള, ഇന്ന് കമ്പനികൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോബ്ലം സോൾവേഴ്സ് ആണല്ലോ. അപ്പം അവർക്ക് എന്താണ് കൊടുക്കാൻ കഴിയുക, അവർക്ക് എന്ത് ഓഫർ ചെയ്യാൻ കഴിയും. അപ്പം അവരൊരു മറ്റന്നാളൊരു കമ്പനിയിൽ അവർക്കൊരു ജോലി കിട്ടണമെങ്കിൽ അവരുടെ കൈകളിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യണം, അവർ ആ ഒരു ഫോക്കസോടുകൂടെ അവർ വർക്ക് ചെയ്യണം. അവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ 4 years ഡിഗ്രി ഗ്രാജുവേഷൻ കാലഘട്ടത്തിൽ അതിനുള്ള ഒരു എഫേർട്ട് എടുക്കണം. അതാണ് ആദ്യമായി കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നതിൽ ഒന്നാമത്തെ കാര്യം എനിക്കുള്ളത്. അപ്പോൾ അതിൽ
അവർ മനസ്സിലാക്കേണ്ട ഇപ്പോൾ കോർ എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസീസ്, ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ല്. അപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ സ്കില്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഡിസൈന്, അനാലിസിസ്, ഈ രൂപത്തിലൊക്കെയുള്ള സോഫ്റ്റ്വെയർ പ്രൊവിഷൻസീസ്, ഓക്കെ, ഇങ്ങനെ അത് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണിതെല്ലാം. ഓക്കെ, അതോടുകൂടെ കമ്മ്യൂണിക്കേഷൻ, കൊലാബറേഷൻ, ഈ ടൈപ്പ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് പ്രോബ്ലം സോൾവിങ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പഴയ ഒരു മെമ്മറി ബേസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു കാലഘട്ടമൊക്കെ ആക്ച്വലി കഴിഞ്ഞു പോയി. എസ്പെഷ്യലി ഇപ്പം കോളേജുകളൊക്കെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിലേക്ക് വരുമ്പോൾ വ്യത്യാസം, പ്രത്യേകിച്ച് ഓട്ടോണമസ് സ്ഥാപനങ്ങളും അതുപോലെ കുറച്ച് മുൻനിര സ്ഥാപനങ്ങളൊക്കെ അവരുടെ എക്സാം പാറ്റേണുകളടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. കാരണം സ്കൂളുകളിൽ അവർ ഇതുവരെ ടെസ്റ്റ് ചെയ്തിരുന്നത് മെമ്മറി ബേസ്ഡ് ലേണിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ NBA അക്രഡിറ്റേഷനൊക്കെ വരുമ്പോൾ ഈ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് അതിലെന്ത്, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്. ഈ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ലെവലിൽ മാത്രമേ ഇതുവരെ ഇവർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് വന്നിട്ടുള്ളൂ. നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയാണുള്ളത്. അതിനപ്പുറത്ത് അപ്ലൈ, മാക്സിമം പോയാൽ അപ്ലൈ വരെ വരുമായിരിക്കും ചില ഹയർ എക്സാമിനേഴ്സിന്. ബാക്കി അതിനപ്പുറത്ത് ഈ അനലൈസ്, ക്രിയേറ്റ് എന്ന ലെവലിലേക്കൊക്കെ വരുമ്പോഴാണ് ആ ലെവലിലേക്കുള്ള ആളുകളെയാണ് ആർക്ക് വേണ്ടത്, പുതിയ നമ്മുടെ രാജ്യത്തിൻ്റെ, അതെ, നമ്മുടെ ഒരു നാഷൻ ബിൽഡ് ചെയ്യുന്നിടത്ത് അടുത്ത ഒരു നമ്മളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രോബ്ലം സോൾവിങ് സ്കില്ലടക്കമുള്ള, ക്രിട്ടിക്കൽ തിങ്കിങ് അടക്കമുള്ള ആ രൂപത്തിലുള്ള എല്ലാ നിലക്കും അത്തരം ഏരിയകളിലൂടെ ഡെവലപ്പായിട്ടുള്ള കുട്ടികളെ നമുക്ക് വേണം. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന എമേർജിങ് ടെക്നോളജീസ്, ഒരുപാട് ഡേ ബൈ ഡേ ടെക്നോളജി കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്പെഷ്യലി നമ്മുടെ ഒരു ജനറേഷനേക്കാളൊക്കെ ഇവർ ഈ ഒരു ടെക്നോളജിയുടെ ചേഞ്ചിനോടൊപ്പം വളരുന്നൊരു ടീമാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കുട്ടികൾ. നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കാണാൻ പറ്റിയിരുന്നു. ഈ ചേഞ്ചസ് ശരിക്കും വിസിബിൾ ആയിരുന്നു നമ്മുടെ ലൈഫിൽ. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ഒരു തുടക്കകാലവും പിന്നെ ഇതൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാത്ത വിധത്തിൽ, ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ഡേ ബൈ ഡേ എന്ത് ചെയ്താണ് ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ഈ എമേർജിങ് ടെക്നോളജീസിനോടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി, ഇതെല്ലാം നമ്മുടെ ഇനി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പിന്നെ സോഫ്റ്റ് സ്കിൽസ് നമുക്കറിയാം, സാധാരണ കേസിൽ നമ്മൾ പറയുന്ന എല്ലാ വിധത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകൾ, ഇപ്പോൾ ടീം വർക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ടൈം മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങളും ഇതൊക്കെ ഡെവലപ്പ് ആയി വരണം. അതായത് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിയുന്നതോടുകൂടെ അതിൻ്റെ ഒരു കരിക്കുലം അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ഒരു 4 ഇയേഴ്സിലൂടെ കടന്നു വരുമ്പോൾ ഇതിനൊക്കെയുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എന്നുള്ള നമ്മുടെ മുമ്പിലുള്ള ചില കോമ്പറ്റൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കി നമുക്ക് ചർച്ച ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്ക് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. യെസ്. പിന്നെ എനിക്ക് തോന്നിയതേ, ഇപ്പോൾ പലരും ചോദിക്കും അക്കാഡമിക്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ? പല കുട്ടികളെടുത്തും ഇപ്പോൾ സാറിനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എന്തോ ഒരു അനുഭവം പറഞ്ഞ് എനിക്ക് നേരത്തെ ഓർമ്മയുണ്ട്. അപ്പം ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ധാരണ വന്നിട്ടുണ്ട്, അക്കാഡമിക്സ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെന്ന് കുട്ടികൾക്ക് ഒരു അസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ്മെൻറ്റും അക്കാഡമിക്സും തമ്മിലും അതിലൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആണോ? ഇത് പിന്നെ ഇപ്പോഴത്തെ ഈ കോഴ്സും സംഗതികളും ഇപ്പോഴത്തെ സിലബസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം? ഇതൊന്നല്ല പഠിക്കേണ്ടത് ഈ കാലത്ത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകൾ എന്തുണ്ട് നമ്മളെ കുട്ടികളുടെ മൈൻഡിലുണ്ട്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റുക? ശരിക്കും അതാണോ വസ്തുത? അതെ, അത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യസ്ത തലങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കും. ഇത് വരാനുണ്ടായ ഒരു സാഹചര്യം കൂടെ നമ്മൾ കാണണം. കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മെയിനായിട്ട് ഷോർട്സിലും റീൽസിലുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ലെങ്തിയാണ്. ഇവർ ഈ റീൽസിലും ഷോർട്സിലെല്ലാം കാണുന്നത് ഒരു മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഒക്കെ ഇന്ന കാര്യങ്ങൾ. അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത്തരം കോഴ്സുകൾ ഉണ്ടാവാം. പക്ഷേ അപ്പം ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ഇതൊക്കെ ഈ കൺവെൻഷണൽ കോഴ്സസ് എല്ലാം എന്താണ്, ഔട്ട്ഡേറ്റഡ് ആണ്. ഇതിൻ്റെ കരിക്കുലം എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ഒരു പരിധിവരെ ചെറിയ ചില കാരണങ്ങളും അതിലുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5 വർഷം കൂടുമ്പോഴേ അവർക്ക് സിലബസ് പരിഷ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ പുതിയ ഒരു ഇതനുസരിച്ച് കോളേജുകൾ പരമാവധി ഓട്ടോണമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള, ഞങ്ങൾ ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ് ഓരോ തവണയും മാറുന്നതിനും അവിടുത്തെ ഇൻഡസ്ട്രിയൽ ആളുകളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്
എക്സ്പേർട്സിനൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ സിലബസ് മാറ്റുന്നുണ്ട്. അതെ അതെ അതെ. ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള 100-150 കോളേജുകൾക്ക് ഇതേപോലെ ചിലപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. യെസ്. അപ്പോൾ അവർക്ക് ഒരു 5 വർഷത്തിലൊരിക്കലും എന്ത് ചെയ്യുള്ളൂ, സിലബസ് മാറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി എപ്പോഴാണോ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്, പഴയ പോലെയല്ല. അതെ അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോൾ KTU 2024 റിവിഷനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തൊരു ഭാഗ്യമുണ്ട്, വലിയ ചേഞ്ച് ഇല്ല. കഴിഞ്ഞ വർഷം റിവൈസ് ചെയ്ത സിലബസ് ആണ്. സിലബസാണ് എന്നാലും അതിൽ കുറച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. ഓക്കെ, അത്യാവശ്യം നല്ല സിലബസാണ്, നല്ല കരിക്കുലമാണ്, കുറച്ചൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അത് നമുക്ക് എത്ര കാലം കൊണ്ടാണ് റിവൈസ് ചെയ്തത്? അത് 2019 മുമ്പത്തത് 19, 15, 19, 24, 5 വർഷം കൂടുമ്പോഴെന്ത് ചെയ്യുള്ളൂ സിലബസ്. അത് പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള, MG ആയിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര ഒരു ഹെക്റ്റിക് പ്രോസസ്സാണ്. അത് ഇങ്ങനെ ഇയർലി ചെയ്യാൻ കഴിയില്ല. ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്ക് അതിനുള്ളൊരു ചെറിയ, അതായത് ഇത്ര പെർസെൻറ്റേജ് വരുത്താനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. മൊത്തത്തിൽ മാറ്റാനൊന്നും കഴിയില്ല, എന്നാലും കുറേ അതിൽ ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. ഈസി പ്രോസസ് അല്ല. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഈ കരിക്കുലത്തിന് അപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ സിസ്റ്റത്തെ ബ്ലെയിം ചെയ്ത് കാലം കഴിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ എന്നുള്ളത്. പക്ഷേ കുട്ടികൾ ഈ ഒരു ഔട്ട്ഡേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അത് പറയുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെയുള്ള ഡിസ്കഷനിലൊക്കെ വന്ന് ഇരുന്നിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ A+B² കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, സൈൻ തീറ്റയും കോസ് തീറ്റയൊന്നും പഠിച്ചിട്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ തുടർച്ചയായിട്ട് അതേപോലെയുള്ള സംസാരിക്കും. ഒരാളടുത്ത് മാത്രമല്ല, അല്ലേ, തുടർച്ചയായിട്ട് ഇതേപോലെയുള്ള കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കേട്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും അല്ല പഠിക്കേണ്ടത്, വേറെന്തൊക്കെയോ ആണ് പഠിക്കേണ്ടത്. അങ്ങനെ നറേഷൻ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്ന ആളുകൾക്ക് അവർക്കതിൻ്റെ വസ്തുത അറിയാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാം പഠിക്കണം എന്നില്ല. ഞാൻ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞൊരു വ്യക്തി, ഞാനോ നിങ്ങളോ ആരാവട്ടെ, അയാൾ ഈ ഇതുപോലൊരു സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടാവുക, അയാളുടെ ഒരു കാറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അയാളുടെ ആ വെഹിക്കിളിൽ തന്നെ ഈ പറയുന്ന സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഫോർ എക്സാമ്പിൾ അയാളിപ്പോൾ അയാളുടെ ആ ഒരു വണ്ടി ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് എടുത്തപ്പോൾ പോലും അതിൻ്റെ പാർക്കിംഗ് സിസ്റ്റത്തിൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിൽ അവിടെ വെലോസിറ്റിയും ടൈമും ഡിസ്റ്റൻസും, ഇപ്പോൾ ഒരു സെൻസർ ആണെങ്കിൽ ആ റിലേഷൻ യൂസ് ചെയ്യുന്നു, ആ സ്ലോപ്പിന് കോസ് തീറ്റ അവിടെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അയാൾ കീ അടിച്ചിട്ട് വണ്ടി എന്ത് ചെയ്തത്. അയാൾ കയറി വന്ന ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിൽ എന്തുണ്ട്, ഒരുപാട് അതിന്റെ സ്ട്രക്ചറിലും കൺസ്ട്രക്ഷനിലും ഈ പറയുന്ന മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ബേസ്മെന്റ് തൊട്ട് ഇങ്ങോട്ട് ആയിന്ന് വരെ. അപ്പൊ അതൊക്കെ ഇല്ലാണ്ട് ഇതൊന്നും ബിൽഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എല്ലാവരും അത് പഠിക്കണോ, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഫണ്ടമെന്റൽസ് ഒക്കെ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒരു പരിധി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ അവരുടേതായിട്ടുള്ള ലെവലിലേക്ക് പോകും. എന്നോട് ഞാൻ പറഞ്ഞ സ്കൂളിൽ ചോദിച്ചതാണ്, സ്കൂൾ കുട്ടികളോട് നമ്മളിത് പഠിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം സ്കൂളിൽ ഫണ്ടമെന്റൽസ് കിട്ടിയിട്ട് അതിന് ശേഷമാണല്ലോ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഓക്കെ ഒരു പക്ഷേ ചിലപ്പം മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് ചിലപ്പം അത്രത്തോളം തന്നെ ചില കാര്യങ്ങൾ ഈ പറയുന്നത് ആവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷേ ഇവരിപ്പോൾ മെഡിക്കലിനാണോ എഞ്ചിനീയറിങ്ങിനാണോ ടെക്നിക്കലാണോ നോൺ ടെക്നിക്കൽ ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഈ ബേസ് പഠിച്ചിട്ട് വരുമ്പോൾ അപ്പം ഇതൊക്കെ പഠിക്കണം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ നമുക്കിപ്പം കോളേജിലൊക്കെ പലപ്പോഴും ഈ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് കമ്പനികൾ പറയുന്നൊരു കമൻസ് എന്താ, അതെ ആ സമയത്ത് പോസ്റ്റ് കോവിഡ് പീരീഡിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ നോളജ് വളരെ കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ഓൺലൈൻ എറയിൽ വന്നപ്പം ഈ യൂട്യൂബ് ക്ലാസ്സുകൾ ഇഷ്ടംപോലെ വന്നു. അത് മോശമാണെന്നല്ല പറയുന്നത്. പണ്ട് നമ്മുടെ കോളേജുകളിലെ ലൈബ്രറികളും റെഫറൻസും പുസ്തകങ്ങളും ആ ഒരു കൾച്ചർ കുട്ടികളുടെ നിന്ന് പാടേ പോയി. യൂട്യൂബ് ഇപ്പം പരീക്ഷയുടെ തലേന്ന് ഒരു ആരെങ്കിലും പഠിപ്പിച്ച ക്യാപ്സ്യൂളായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അത് തന്നെ 2x സ്പീഡിലിട്ട് കാണുക. അത്ര ക്ഷമയേ ഉള്ളൂ. ഒരു 1 hour ക്ലാസ് ഒന്നും കേൾക്കാൻ ആർക്കും വയ്യ. അപ്പോൾ അത് തന്നെ ഒരു 10 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഈ സബ്ജക്റ്റ് മുഴുവൻ കവർ. അപ്പോൾ അത്തരം ക്യാപ്സ്യൂൾ ലെവലുള്ള നോളജ് മാത്രമേ, കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇവർ കിട്ടുന്നതും വായിക്കുന്നതും കേൾക്കുന്നതെല്ലാം ജസ്റ്റ് ഇൻഫർമേഷൻസ് ആണ്. ആക്ച്വലി അതൊന്നും നോളജായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ആ ഇൻഫർമേഷൻസ് അവരുടെ ഒരു ബ്രെയിൻ കൊണ്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴാണത് നോളജായി മാറും. അതൊരു തോട്ട് പ്രോസസ്സ് നടക്കണം, അതൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ലേണിംഗ് സിസ്റ്റം. അങ്ങനെയായി കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിൽ മാറി. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ വേറൊരു തലം, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഈ പറയുന്ന പോലത്തെ ഫിലിമുകളിൽ, ഷോർട്ട് ഫിലിമുകൾ, അതുപോലെ സീരീസിലൊക്കെ സപ്ലി ഇല്ലാതെ എന്ത് ബിടെക് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സപ്ലിയൊക്കെ വേണം.
അതൊന്നും ഇല്ലാതെ ബിടെക് ഇല്ല. സപ്ലികളുടെ കൊട്ടാരം. അപ്പോൾ അവർ ഇത്തരം ചില പേരുകൾ ഫിലിമുകളൊക്കെ കണ്ട് അതിൻ്റെ ഒരു വൈബിലാണ് എന്ത് ചെയ്യുന്നത് ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പം അതൊക്കെ ഈ അണ്ടിയോട് അടുക്കുമ്പോഴേ പുളിയറികൾ എന്ന് പറഞ്ഞ മാതിരി ജീവിതത്തിൽ ഇത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ത് ചെയ്യും. ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. സപ്ലികളല്ല, സീനിയേഴ്സോ സൂപ്പർ സീനിയേഴ്സിനോ ഒന്ന് കണ്ട് ജസ്റ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് അവർക്ക് ഇത് എഴുതിയെടുക്കാനുള്ള സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡും കാര്യങ്ങളൊക്കെ ക്യാമ്പസിലെ എല്ലാത്തിനും എല്ലാവരും ഉണ്ടാവും, കളിക്കാനാണെങ്കിൽ എല്ലാ എൻജോയ്മെൻറ്റും. പക്ഷേ അവസാന സമയത്ത് ക്യാമ്പസിൽ നിന്ന് കാലഘട്ടം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി ഇതൊക്കെ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അക്കാഡമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ ഒരു മീറ്റിങ്ങിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ കറക്റ്റ് അക്കാഡമിക് പെർഫോമൻസും പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റസും തമ്മിൽ നമ്മൾ കറക്റ്റ് നോക്കി. ഇത്തരം അനാലിസിസ് വളരെ കൃത്യമായിട്ട് അന്ന് നമ്മുടെ കോളേജിലെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ ചാർജുള്ള ഫാക്കൽറ്റിയെ നമ്മുടെ മുമ്പിൽ അത് കറക്റ്റ് പ്രസൻറ്റ് ചെയ്തു. സോ ദർ ഷുഡ് ബി എ കോറിലേഷൻ, കറക്റ്റായിട്ടൊരു കോറിലേഷൻ ഉണ്ട് അവിടെ. അതായത് എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവാം മേജർ. അപ്പം ചിലപ്പോൾ നല്ല സപ്ലിമെൻ്ററി ഉള്ള ആളുകൾക്ക് പിന്നെ നല്ല പാക്കേജ് കിട്ടിയ ആൾക്കാരുണ്ട്. 16ഉം 18ഉം LPA കിട്ടിയ അല്ലെങ്കിൽ 20 LPA കിട്ടിയ ആളുകളുണ്ട് സപ്ലിമെൻ്ററി ഉള്ള ആളുകൾക്ക് തന്നെ. അത് എക്സെപ്ഷണലാണ്. എന്നാൽ ഒരു ജനറിക്കായിട്ട് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും ഇന്നും ആദ്യം പറയുക നമ്മൾ അപ്ലൈ ചെയ്യുമ്പം 8.5 എബോവ് CGPA വേണം, അല്ലെങ്കിൽ ഇത്ര CGPA വേണം. ഇനി പോട്ടെ, ഈ പറയുന്ന MNCകളാവട്ടെ പ്രൈവറ്റ് സെക്ടറുകളാവട്ടെ, ഇതിനപ്പുറത്ത് നമ്മളൊരു ഗവൺമെൻറ് സെക്ടർ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ, അതുപോലെ ഇനി അതല്ലെങ്കിൽ സെൻട്രൽ ആവട്ടെ സ്റ്റേറ്റ് സർവീസ് ആവട്ടെ, ഇനി സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സുകൾ PSUs, ഇതിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് വേണം എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ മുമ്പിലുള്ള ഡോർ അടക്കപ്പെടുകയാണ്. അങ്ങോട്ട് പിന്നീട് ഒരു പക്ഷേ നല്ല സ്കില്ലുള്ള ആൾ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കും, നല്ല പ്രാക്ടിക്കൽ സ്കില്ലുള്ള ഒരാളായിരിക്കാം, നല്ല രൂപത്തിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇയാളുടെ മുമ്പിൽ ആദ്യം തന്നെ എൻട്രി ഡോർ എന്ത് ചെയ്യണം, അടഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അക്കാഡമിക്സ് എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ നോളജ് എന്ന് പറയുന്നതും വളരെ പ്രധാനം തന്നെയാണ് പ്ലേസ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴും. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ഡൊമൈനിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു ആശങ്ക ഇങ്ങനെ വന്നതേ, ഇപ്പോൾ +2 വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LKG UKG കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 14 വർഷം, ഏകദേശം 14 വർഷത്തെ ഒരു സ്കൂൾ പഠനം. അതിൽ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് ആണല്ലോ നമ്മൾ, മീൻസ് സ്കൂൾ കഴിഞ്ഞ് ഒരു കോളേജ് ലൈഫിലോട്ടാണ് വരുന്നത്. അപ്പം ഈ ഒന്നെന്താ വെച്ചാൽ കുറേ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഭയങ്കര പ്രതീക്ഷകളുണ്ടാവും, അതേപോലെ തന്നെ ആശങ്കകളും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഈ കോളേജിലോട്ട് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് വരുമ്പോൾ, വിശാലമായ ഒരു ക്യാമ്പസിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാതെ അതിലോട്ട് വരുമ്പോൾ ചേഞ്ച് ആവുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ. അതിൽ ഇപ്പം ഞാൻ ഈ ഫണ്ടമെൻ്റൽ നോളജിൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അവർ പഠിച്ചിരുന്ന ഒരു വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നതും തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മാറ്റേണ്ടതുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിന്നെ NVDA എല്ലാവർക്കും അറിയുന്ന NVDAയുടെ CEO അതുപോലെ എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ ചില പ്രസ്താവനകൾ, ന്യൂസ് കട്ടിങ്ങൾ വന്നിരുന്നു. സ്റ്റുഡൻസ് ഈ AI കാലഘട്ടത്തിൽ കോഡിങ്ങും സോഫ്റ്റ്വെയറും ഒന്നും അല്ല പഠിക്കേണ്ടത്, അത് വേണ്ടെന്നല്ല പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ മാത്സിലും ഫിസിക്സിലും ഒക്കെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണമെന്ന്. ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇപ്പം +2 പ്രോബബിലിറ്റി പഠിക്കാത്തവരാരുമില്ല. അപ്പോൾ അവർ മാത്സിൽ ഡൈ ടോസ് ചെയ്യുന്നു, നമ്മളൊക്കെ കോയിൻ ടോസ് ചെയ്യുന്നു. ഇതിനപ്പുറത്ത് ഇതിനെന്താ കാര്യമുള്ളത്, അതാരും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അത് അതിൻ്റെ ഇത് കാണുന്നു, റാങ്ക് കാണുന്നു, ഐഗൻ വാല്യൂ കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നു, ഡിറ്റർമിനൻ്റ്. ഇതിനപ്പുറത്ത് ഇപ്പം ഇമേജ് പ്രോസസ്സിങ്ങും ഇതെല്ലാം ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് അവരുടെ ഫോണുകൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഇത് എന്താണിതെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്കും എന്ത് ചെയ്യുന്നില്ല, പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ കുട്ടികൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ ചോദിക്കാൻ തുടങ്ങും. സ്കൂൾ ലെവലിൽ ചോദിക്കാത്തത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാത്തത്, കിട്ടാത്തത് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു ഇമേജ് ബേസിക്കലി എന്താണ്, ഒരു മെട്രിക്സ് ആണ് എന്നുള്ളൊരു സംഭവം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ മെഷീൻ ലേണിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒരുപാട് അൽഗോരിതംസ് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പ്രോബബിലിറ്റി പോലുള്ള മെട്രിക്സ് പോലുള്ള ലീനിയർ ആൾജിബ്ര ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ബേസിസിൻ്റെ പുറത്താണ്. എല്ലാവർക്കും AI പഠിക്കണം, മെഷീൻ ലേണിംഗ് പഠിക്കണം, ഇതൊക്കെ വേണം. എന്നോട് അടുത്തൊരു ചോദിച്ചായിരുന്നു, ഈ മാത്സ് ഇല്ലാത്ത വല്ല എഞ്ചിനീയറിംഗ് ഉണ്ടോ? അപ്പോൾ കുട്ടികൾക്ക് അറിയില്ല, ഇതാണ് ബേസ് എന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്
സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോഴേ കുറച്ചുകൂടെ ഇവർ പഠിച്ചിരുന്ന ഇപ്പോൾ ഒരു സാധാരണ ഇവർ നോട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ടീച്ചർ, ഒരു സിലബസ്, ഇപ്പം 10ാം ക്ലാസ് വരെ നമുക്കൊരു പുസ്തകമുണ്ട് അല്ലേ, ആ പുസ്തകത്തിന് പുറത്തുനിന്നുള്ള കാര്യങ്ങളല്ല അവർ ആ പുസ്തകം കറക്റ്റ് പഠിപ്പിക്കുക, അത് മുന്നോട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ കുട്ടികൾ ചോദിക്കും ടെക്സ്റ്റ് ബുക്ക് എന്താ വാങ്ങേണ്ടത്. നമ്മുടെ സിലബസിൽ എന്താ ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു ലിസ്റ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും, റെഫറൻസ് ബുക്സ് ഒരുപാടുണ്ടാവും. അപ്പം അവർ വിചാരിക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ പേജ് മുതൽ 1200-300 പേജുള്ള അത് മുഴുവൻ അവർ പഠിക്കണം എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർക്കൊരു സിലബസ് ഉണ്ടാവും. ആ സിലബസിലെ ടോപ്പിക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കിയിട്ട് അവരത് റെഫർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഈ ഒരു രീതി തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ പഠിച്ചിരുന്നത് കുറച്ചുകൂടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി, ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ എന്ത് ചെയ്യണം. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി ബേസിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരാനും കഴിയുകയുള്ളൂ. പഠനത്തിൻ്റെ രീതിയിൽ തന്നെ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. പിന്നെ ഞാൻ ഈ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ വിശാലമായൊരു ക്യാമ്പസ് തലത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പഠിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പരീക്ഷകൾ വരുമ്പോൾ, പരീക്ഷകളെന്ന് പറയുമ്പോൾ സ്കൂളിൽ ഇപ്പം അവർക്ക് മിഡ് ടേം എക്സാമിനേഷൻസ്, ഇപ്പം ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഇങ്ങനെയുള്ള പരീക്ഷകളുണ്ടാവും. ഇപ്പോൾ ഇവർ കോളേജിലെത്തി, ഇപ്പോൾ എസ്പെഷ്യലി 2024 അഡ്മിഷൻ, ഇപ്പോൾ KTU 25 അഡ്മിഷൻ KTU ആക്ച്വലി 13 സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവർക്കൊരു 3-4 ദിവസം ക്ലാസ് കിട്ടിയുള്ളൂ. ഇനി തിങ്കളാഴ്ച മുതലാണ് തുടങ്ങാൻ പോകുന്നത്. ദാറ്റ് മീൻസ് സെപ്റ്റംബർ 8 കറക്റ്റ് ഡിസംബറിൽ അവർ ഈ സമ്മർ എന്ത് ചെയ്യും. അവർ വരാൻ വൈകിയോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. KTUവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വെച്ചാൽ അത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. അപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഒരു 3 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ പല കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്. അത് ഇങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ട് അപ്പോൾ അവസാനം അതെ, അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കോളേജിൽ വരേണ്ട കാര്യമില്ല. അവസാന വർഷം അവർക്ക് പരീക്ഷ എഴുതാൻ മാത്രം വന്നാൽ മതി. അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അത്യാവശ്യം 3 വർഷം നല്ല നിലക്ക് പഠിച്ചാൽ തന്നെ അവർക്ക് എന്തായി കിട്ടും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2025 ഇപ്പോൾ ഇറങ്ങിയ BTech ബാച്ചിൻ്റെ കേസിൽ KTU ബാച്ചായിരുന്നു നമ്മുടെ കോളേജിലാണെങ്കിൽ. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസർ കൂടെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം അവർക്ക് 3 വർഷവും 4 മാസവും ആകെ കിട്ടിയത് 3.25 വർഷം കൊണ്ട് അവർ ജോലി നേടിപ്പോയി. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വേറെ കോഴ്സുകളൊന്നുമില്ല കിട്ടുന്നത്. മാത്രമല്ല അപ്പോൾ അവർ അത്രയും ഷോർട്ട് പീരീഡേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ സമയത്ത് കുറഞ്ഞ സമയത്താണെങ്കിൽ പോലും ഈ ടൈമിൽ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ജോലി കമ്പനികൾക്ക് എന്തുണ്ടാവും, ഇവരുടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കിട്ടിയത് നഷ്ടപ്പെടും. അപ്പോൾ ടൈം ബൗണ്ടായിട്ട് നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് സീരീസ് എക്സാംസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ സീരീസ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി അവർ വിചാരിക്കുന്നത് ഈ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ പോലെയുള്ളൊരു സംഭവമാണെന്നാണ്. ആക്ച്വലി അങ്ങനെ അല്ലാതെ അതെന്ന് പറയുന്നത് അവരുടെ എൻ സെമസ്റ്റർ ഇവാലുവേഷൻ്റെ ഒരു പാർട്ടാണ് ഇതെല്ലാം. ഒരു പാർട്ടാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ അത്തരം പരീക്ഷകൾ, സെമിനാറുകൾ, പ്രൊജക്റ്റുകൾ, ലാബ് വർക്കുകൾ, ഇതെല്ലാം അത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ കാണണം. അതോടൊപ്പം ഈ സ്കൂളിൽ നിന്ന് വിശാലമായ കോളേജിലേക്ക് എന്ന് പറയുമ്പം കോളേജിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. ഫുൾ യൂസ് ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പം നമ്മളിപ്പം ഒരു സ്കൂളിൽ പോയി രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വന്ന പോലെ അല്ല, ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോയി തിരിച്ചു വരിക. അവിടെ നമുക്ക് ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഒരുപാട് പ്രൊഫഷണൽ ബോഡികളുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഒരു 80+ ക്ലബ്ബുകളും പ്രൊഫഷണൽ ബോഡീസൊക്കെ ഉണ്ടാവും. അപ്പം ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ട്, ലാബുകൾ, വിശാലമായ ലൈബ്രറി, അത്തരം വർക്ക്ഷോപ്പുകൾ. ഇവിടെയൊക്കെ ഇവർ ഇതിൻ്റെയൊക്കെ ഈ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉപയോഗപ്പെടുത്തി ആ നിലക്ക് മൊത്തത്തിലൊരു വിശാലമായ ക്യാമ്പസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അവർ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വ്യത്യസ്ത തലങ്ങളുണ്ട്. അപ്പം ഒരു ക്യാമ്പസിൽ ഇപ്പം ഫുൾ യൂസ് ഓഫ് ക്യാമ്പസ് എന്ന് പറയുമ്പം അവിടെയുള്ള എല്ലാ ഫെസിലിറ്റികൾ, എല്ലാ ക്ലബ്ബുകൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും അത് വേറെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പിന്നെ ഇത്തരം കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിംഗ്, അതുപോലെയുള്ള ഇൻറ്റേൺഷിപ്പ്, അങ്ങനെയുള്ളൊരു വിശാലമായ തലമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വഴികാട്ടി ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിലോട്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് എൻജിനീയറിങ് ക്യാമ്പസുകളിൽ വിവിധ സ്ട്രീമുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്ത് 2-3 ക്ലാസ് കഴിഞ്ഞ് മൺഡേ ഓൺവേർഡ്സ് ക്ലാസ് റെഗുലറായിട്ട് തുടങ്ങാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളും അവർക്ക് യൂസ്ഫുൾ ആകുന്ന, അതേപോലെ മീൻസ് അവരുടെ ഒരു അക്കാഡമിക് രംഗത്ത് ഒരു കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവർക്ക്
ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ലുബൈബ് സർ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.